ഈ പ്രിയദർശിനി യാത്ര ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ചില കൗതുകകരമായ വാർത്തകളും വരുന്നുണ്ട്. കൊല്ലത്ത് KSRTCയുടെ പ്രിയദർശിനി ബസ് പണിമുടക്കി എന്നുള്ള റിപ്പോർട്ടാണ്. കുണ്ടറയിൽ നിന്നും കായംകുളം പോയ ബസ്സാണ് പണിമുടക്കിയത്. കൊല്ലം രാമേശ്വരം ക്ഷേത്രത്തിന് മുന്നിൽ ബസ് നിർത്തിയിട്ടു. മനോജ് ചേരുന്നു. മനോജ്, ആദ്യ ദിവസം തന്നെ കാര്യങ്ങൾ അവതാളത്തിലാകുന്ന കാഴ്ചയാണോ? തീർച്ചയായും രാവിലെ 8:30 എടുത്ത ബസ്സാണ് ഇപ്പോൾ രാമേശ്വരം ക്ഷേത്രത്തിന് മുന്നിൽ, അതായത് കൊല്ലം അമ്മച്ചി വീട് ക്ഷേത്രം കഴിഞ്ഞ് രാമേശ്വരം ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ ബസ് നിർത്തിയിട്ടിരിക്കുന്നത്. അതായത് ഈ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് എഴുതിക്കൊണ്ട് രാവിലെ കുണ്ടറയിൽ നിന്നും കായംകുളത്തേക്ക് പോയ ബസ്സാണ് പണിമുടക്കിയത്. എയർ ലീക്ക് ആയതിനെ തുടർന്ന് ഇവിടെ നിർത്തിയിടുകയായിരുന്നു. 25ഓളം യാത്രക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ ഇറക്കി മാറ്റിവിട്ടു. ഇപ്പോഴാണ്, അതായത് ഇപ്പോൾ മറ്റ് പണികളെല്ലാം പൂർത്തിയാക്കി ഇപ്പോഴാണ് ബസ് ഇവിടെ നിന്നും എടുക്കുന്നത്. ഇത്രയും നേരം ഈ ബസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് രാവിലെയുള്ള യാത്ര തന്നെ പണിമുടക്കിയ ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്താതെ ഈ ബസ്സുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് കൂടെയാണ്. ഇതിൽ ഇപ്പോൾ യാത്രക്കാരൊന്നുമില്ലാതെയാണ് ഈ ബസ് ഇവിടെ നിന്നും മാറ്റിയിടുന്നത്. രാവിലെ മുതൽ ഈ ബസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും യാത്രക്കാർ രാവിലെ ഈ ബസ്സിൽ കയറി ഇവിടെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത് പറയുമ്പോഴും ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും കട്ടപ്പുറത്താകേണ്ട ഒരു സാഹചര്യമാണ്. നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ പകുതി വഴിയിൽ ബ്രേക്ക് ഡൗൺ ആവുന്നു. അതോടൊപ്പം തന്നെ എയർ ലീക്ക് സംഭവിക്കുന്നു. അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തേണ്ടത് കൂടെയുണ്ട്. ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോഴും യാത്രക്കാരുടെ യാത്ര സുരക്ഷിതമാക്കുന്നതിനെക്കുറിച്ച് കൂടെ വകുപ്പ് ചിന്തിക്കണം. അതല്ലെങ്കിൽ KSRTCയിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യങ്ങളാണ് ഉയർന്നത്. രാവിലെ 25ഓളം യാത്രക്കാർക്കാണ് ഇവിടെ ഇറങ്ങി മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നത്. എന്തായാലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ യാത്രക്കാർ എത്തുന്നുണ്ടെങ്കിലും അവർക്ക് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ, അതായത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് കയറിയതാണ്, സമയത്തിന് അവിടേക്ക് എത്തേണ്ടതുണ്ട്. എന്നാൽ ഈ ബസ്സുകൾ പണിമുടക്കുന്നത് കാരണം ഇത്തരത്തിൽ റോഡുകളിൽ ഇറങ്ങി മറ്റ് വാഹനങ്ങളിലേക്ക് കയറേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രോഹിണി. ശരി മനോജ്, എന്തായാലും പ്രിയദർശിനി സൗജന്യ യാത്ര മോഹിച്ചാണ് ബസ്സിൽ കയറിയത്. പക്ഷേ ബസ് അങ്ങോട്ട് എടുത്ത് പകുതി വഴി എത്തിയപ്പോഴേക്കും ബസ് തന്നെ പണിമുടക്കി. അങ്ങനെ യാത്രക്കാർക്കെല്ലാം ആ ബസ്സിൽ നിന്ന് ഇറങ്ങി മറ്റ് വാഹനങ്ങളൊക്കെ പിടിച്ച് അതത് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഗതികേടിലെത്തി എന്നുള്ളതാണ്. മനോജാണ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.